ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് തണ്ണിമത്തൻ്റെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ചൂടുകാലമല്ലേ, നമുക്ക് തണ്ണിമത്തനൊക്കെ ധാരാളം കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനത് പാല് കൂട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിലരിത് പാലൊന്നും കൂട്ടാതെ വെറുതെ ഉണ്ടാക്കും. ചിലർ ഇതിൽ പുതിനയുടെ ഇല കൂട്ടും. അതൊക്കെ നമ്മുടെ ഓപ്ഷണലായിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം കൂട്ടാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്ന് ഒരു 2 തുളസിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തണ്ണിമത്തൻ്റെ പകുതിയാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, പകുതി ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പ് വേണം. പിന്നെ 2 തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര നമ്മുടെ തണ്ണിമത്തൻ്റെ മധുരം അനുസരിച്ച് എടുക്കാം. ഞാൻ ഈ തണ്ണിമത്തന് ഒരുവിധം മധുരമുണ്ട്, അപ്പോൾ ഞാൻ ഒരു 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ പാലെടുത്തിട്ടുണ്ട്. ഇത് പാലില്ലാതെ നമുക്ക് ഉണ്ടാക്കുന്നതാണ്. പാല് കൂട്ടിയുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് എടുത്തിരിക്കുന്നത്. ഇത്ര സാധനമാണ് വേണ്ടത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ തണ്ണിമത്തനൊന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ കുരുവോടുകൂടെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അത് ഒന്ന് അരിച്ചെടുക്കണം. കുരു ഇല്ലാതെയാണ് നമ്മളത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കട്ടെ. അതിന് അപ്പോൾ ഞാൻ തണ്ണിമത്തൻ ഇതേമാതിരി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് കുരു കളയാതെയാണ് കേട്ടോ. ഇത് ഞാൻ കുരു കളഞ്ഞിട്ട് കുറച്ച് ഇതേമാതിരി മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ തുളസിയുടെ 2 ഇല ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ലൊരു സ്മെല്ലുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുത്ത് നമുക്കിനി ബാക്കി പാലും കൂടി ഇതിലൊഴിച്ചിട്ട് അടിക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ തണ്ണിമത്തൻ അടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കണ്ടില്ലേ, ഇതേമാതിരി. ഇതിപ്പോൾ നമ്മൾ കുരു കളഞ്ഞിട്ടാണ് ഇതിപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണമെന്ന് വെച്ചാൽ നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ കുരുവോട് കൂടെയാണ് അടിച്ചെടുത്തത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കുരു കളഞ്ഞെടുത്തിട്ടുള്ള ഈ തണ്ണിമത്തല്ലേ, അത് നമുക്കിതിൽ വെക്കാം. അപ്പം നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് റെഡിയായി. ഇതിന് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് റെഡിയായി. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് റെഡിയായി. ഇത് ചൂടുകാലത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്